നരേന്ദ്രമോദിയെ വ്ളാഡിമിർ പുടിൻ പുകഴ്ത്തിയത് എന്തിനായിരിക്കും? മോദി ഇന്ത്യക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന നേതാവാണ് എന്ന് പുടിന് പറയേണ്ട സാഹചര്യം എന്തായിരുന്നു? സത്യത്തിൽ ഈ രണ്ട് ക്വസ്റ്റ്യൻസും സാധാരണ ഇന്ത്യക്കാർ പരസ്പരം ചോദിക്കുന്നതന്നെ. മോദിയെ പുകഴ്ത്തേണ്ട ആവശ്യമുണ്ടോ? മോദി ഇന്ത്യക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഇത് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന നേതാവും വിശ്വസിക്കാവുന്ന സുഹൃത്തുമാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞിരിക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തുകയാണ് റഷ്യൻ പ്രസിഡന്റായിട്ടുള്ള വ്ളാഡിമിർ പുടിൻ. അതിലൂടെ അദ്ദേഹം നൽകുന്നത് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദത്തിന്റെ പ്രസക്തിയാണ്. നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്നത് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന ഒരു നേതാവല്ല എന്നാണ് പുടിൻ പറഞ്ഞു വെക്കുന്നത്. മോദിയെ പോലൊരു നേതാവുള്ളത് ഇന്ത്യയുടെ ഭാഗ്യമാണ് എന്ന് റഷ്യൻ പ്രസിഡന്റ് പറയുമ്പോൾ ഇന്ത്യക്ക് അതൊരു അഭിമാന നിമിഷമാണ് എന്ന് പറയാം. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുവാൻ ഇന്ത്യക്ക് അവകാശമുണ്ട് എന്ന് പുടിൻ തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് സൗഹൃദത്തിന്റെ അത്രത്തോളം ശക്തി വിളിച്ചു പറയുന്നതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അമേരിക്ക ഇപ്പോഴും റഷ്യയിൽ നിന്ന് ആണവ ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇതേ അവകാശം ഇന്ത്യക്കുമുണ്ടെന്നാണ് പുടിൻ പറഞ്ഞു വെക്കുന്നത്. ഇരട്ട തീരുവ അടക്കം ട്രംപിന്റെ തീരുമാനങ്ങൾക്ക് പിന്നിൽ ഉപദേശകരാണ് എന്ന് പുടിൻ തന്നെ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. ലക്ഷ്യം കൈവരിച്ച ശേഷം മാത്രമേ യുക്രൈൻ നേതാക്കളെ യുദ്ധം നിർത്തൂ എന്നുകൂടി പുടിൻ പറഞ്ഞു വെക്കുമ്പോൾ അതിനകത്ത് ഒരു കാര്യം ഉറപ്പാണ്. യുക്രൈൻ എന്ന് പറയപ്പെടുന്നതും വ്ളാഡിമിർ സെലൻസ്കി എന്ന് പറയപ്പെടുന്ന അവിടുത്തെ നേതാവുമൊക്കെ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കാലിൽ വന്ന് പിടിക്കേണ്ടിയിരിക്കുന്നു. അവിടെ മാത്രമേ ഈ യുദ്ധം അവസാനിക്കൂ. കഴിഞ്ഞ ദിവസം പാലാ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ പുടിനെ സ്വീകരിക്കുവാൻ പ്രോട്ടോകോൾ വരെ മറികടന്നുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തുകയായിരുന്നു. ഇരു കൈകളും നീട്ടി ഹ്രസ്വമായ ഒരു ആലിംഗനത്തോടു കൂടിയാണ് പുടിനെ മോദി സ്വീകരിച്ചത് പോലും. അപ്പോൾ ഇരുവരും ഒരേ കാറിൽ ഒരുമിച്ചാണ് പുടിന്റെ താമസ സ്ഥലത്തേക്ക് പോയതും. ഒപ്പം തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം നടക്കുന്ന ആദ്യ സന്ദർശനം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ. പുടിന്റെ ഔദ്യോഗിക പരിപാടികൾ ഇന്ന് രാവിലെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. രാവിലെ 11 മണിക്ക് രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് രാജ്ഘട്ടിൽ മഹാത്മാഗാന്ധിക്ക് ആദരാഞ്ജലി അർപ്പിച്ച ശേഷം ഹൈദരാബാദ് ഹൗസിൽ പ്രധാനപ്പെട്ട ഉഭയകക്ഷി ചർച്ചകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അങ്ങോട്ട് പോയി അവിടെ ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിച്ചു. സെൻട്രൽ ബാങ്ക് ഗവർണർ എൽവിറ നബിയുള്ള ഉൾപ്പെടെ 9 ക്യാബിനറ്റ് മന്ത്രിമാരും പുടിനൊപ്പം ഇപ്പോൾ ചർച്ചയിൽ പങ്കാളികളാവുകയാണ്. ഒട്ടേറെ പ്രതിരോധ വ്യാപാര കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കാൻ പോകുന്നു, ഇന്ത്യയും റഷ്യയും. അപ്പോ ഇന്ത്യയുടെ നേതാവായിട്ടുള്ള നരേന്ദ്രമോദിയെ കുറിച്ച് പുടിൻ പറഞ്ഞത് വിശ്വസിക്കാവുന്ന സുഹൃത്തെന്നാണ്. അങ്ങനത്തെ വിശേഷണമാണ് അദ്ദേഹം നൽകിയത്. ഇത് തന്നെ ഏറെ ആത്മാർത്ഥതയോടെ പറയുന്നതാണ് എന്നുകൂടി പുടിൻ വ്യക്തമാക്കുകയാണ്. ഇന്ത്യയുടെ ഭാഗ്യമാണ് അദ്ദേഹത്തെ പോലെ നേതാവെന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഇന്ത്യക്കാർ കൂടുതൽ ആത്മാഭിമാനത്തോടു കൂടി നിൽക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ഇന്ത്യക്കായിട്ടാണ് ജീവിക്കുന്നത് എന്നുകൂടി പുടിൻ പ്രശംസിച്ചു വെക്കുന്നുണ്ട്. മോദിയുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് എന്നും സാമ്പത്തിക സഹകരണം കൂടാതെ പ്രതിരോധം, മാനുഷിക സഹായം, സാങ്കേതിക വിദ്യാ വികസനം തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് അദ്ദേഹം പ്രതിജ്ഞാബദ്ധമാണ് എന്നുകൂടി പുടിൻ പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുൻ മോസ്കോ സന്ദർശനം റഷ്യൻ പ്രസിഡന്റ് ഈ സമയത്തിന് വെറുതെ ഒന്ന് ഓർത്തെടുക്കുന്നുണ്ട്. തന്റെ വസതിയിൽ ഒരുമിച്ചിരുന്നു, വൈകുന്നേരം ചായ കുടിക്കുവാനും മറ്റു വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. രസകരമായിരുന്നു ആ സംഭാഷണങ്ങൾ എന്നുകൂടി പുടിൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. പുടിൻ 2 ദിവസത്തെ സന്ദർശനത്തിനാണ് ദില്ലിയിലെത്തിയത്. പ്രതിരോധം, വ്യാപാരം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് ഇരുവരും ചർച്ച ചെയ്യും. ഊഷ്മളമായിട്ടുള്ള സ്വീകരണമാണ് പുടിന് ലഭിച്ചത്. പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വരെ വലിയ പ്രാധാന്യമുള്ള ഒരു സന്ദർശനമാണ്. നിർണായക ചർച്ചകളും തന്ത്രപ്രധാനമായിട്ടുള്ള നിരവധി യോഗങ്ങളും പ്രധാന പ്രഖ്യാപനങ്ങളുമാണ് കൂടിക്കാഴ്ചയിൽ പ്രതീക്ഷിക്കുന്നത് എന്നതാണ്. 26-27 മണിക്കൂറുകൾ വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ ചെലവഴിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നിവർ മാത്രം പങ്കെടുക്കുന്ന സുപ്രധാന യോഗമാണ് ആദ്യം നടന്നത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ മോസ്കോ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായിട്ട് ക്രെംലിനിൽ സംഘടിപ്പിച്ച സ്വകാര്യ യോഗത്തിന്റെ ശൈലിയിലാണ് ഡൽഹിയിലെ കൂടിക്കാഴ്ച. പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൊന്നായിരിക്കും ഈ കൂടിക്കാഴ്ച എന്നാണ് പറയപ്പെടുന്നത്. പ്രതിനിധി സംഘങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഹൈദരാബാദ് ഹൗസിൽ നടക്കുകയും ചെയ്യും. ഇതിനുശേഷം ഒരു സംയുക്ത
പ്രസ്താവന ഉണ്ടാകും. റഷ്യ ഇന്ത്യ സാമ്പത്തിക സഹകരണത്തിനായുള്ള നിർമ്മാണത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഒരു രൂപരേഖ, ഇന്ത്യ റഷ്യ സാമ്പത്തിക സഹകരണത്തിനായുള്ള 2030 ഒരു രൂപരേഖ, കൂടാതെ ലിക്വിഡ് റോക്കറ്റ് എഞ്ചിൻ നിർമ്മാണത്തെക്കുറിച്ചുള്ള ഒരു മെമ്മോറാണ്ടം തുടങ്ങിയ നിർണായകമായുള്ള പല തീരുമാനങ്ങളും ഇന്നുണ്ടായേക്കും. ഇന്ന് വൈകുന്നേരം തന്നെ പുടിൻ മോസ്കോയിലേക്ക് തിരിക്കുകയും ചെയ്യും. പക്ഷേ പുടിൻ എന്ന് പറയപ്പെടുന്നതും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെ ശക്തി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് അവർ രണ്ടുപേരും തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യ എന്ന് പറയപ്പെടുന്ന ശക്തിയെ തള്ളിക്കളയാൻ കഴിയാതായി പോവുകയാണ് റഷ്യക്ക്. ഒപ്പം തന്നെയാണ് അമേരിക്കയ്ക്കും അതേ ഒരു സാഹചര്യമാണ്. ഇന്ത്യയുടെ സാമ്പത്തിക സാംസ്കാരിക ഈ പറയുന്ന മേഖലകളിലൊക്കെ വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു. ഇപ്പോൾ ആയുധ വ്യാപാര കരാറുകളടക്കം, ആയുധ ശേഖരമടക്കം, മിസൈലുകളുടെ ശേഖരമടക്കം, സൈനിക ശക്തിയിലടക്കം ഇന്ത്യ മുന്നേറുന്ന കാഴ്ച കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നടക്കുന്ന ഒരു തരത്തിലുമുള്ള വിഷയങ്ങളിൽ, അതായത് പാകിസ്ഥാന്റെ പ്രകോപനപരമായിട്ടുള്ള പ്രവർത്തനങ്ങളോ ആക്രമണങ്ങളോ ഈ പറയുന്ന ഭീകരവാദ സംവിധാനങ്ങളോ എന്നും ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കുവാൻ തയ്യാറാകാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ പുടിൻ കൂടെ നടത്തുകയാണ്. കാരണം മറ്റു രാഷ്ട്രങ്ങളിൽ തമ്മിൽ അത്തരത്തിലൊരു ഒരു തരത്തിലുമുള്ള അകൽച്ച ഉണ്ടാകാതെ പോകുവാൻ, യുദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ, ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള വലിയ സൗഹൃദ രാഷ്ട്രങ്ങളായി പോകുവാനുള്ള ഒരു ശ്രമം ഇന്ത്യയും റഷ്യയും തമ്മിൽ സ്വീകരിച്ചിരിക്കുന്നു. മാത്രമല്ല ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു ബന്ധം, ഒരു സൗഹൃദ ബന്ധം, കാലങ്ങളായിട്ടുള്ള ബന്ധം, അത് കുറച്ചുകൂടി അരക്കുട്ടുറപ്പിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം ആരംഭിച്ച റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഈ ബന്ധം. മാത്രമല്ല മോദിയും പുടിനും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ, കൂടിക്കാഴ്ചകളൊക്കെ അത്തരത്തിലൊരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം.